Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഓവനും ഗ്രില്ലും ഒന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയ ഒരു അടിപൊളി തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓവൺ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിതിൽ അല്പം എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ചേർക്കേണ്ടി വരും. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇത് പാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. തന്തൂരി ചിക്കൻ്റെ സെയിം ടേസ്റ്റാണ് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ ഞാൻ നാട്ടിലെത്തിയ ശേഷം തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ പോസ്റ്റാണിത്. ഈ റെസിപ്പീസൊക്കെ ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ നാട്ടിൽ വന്നിട്ട് ചെയ്ത റെസിപ്പി അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് തന്തൂരി ചിക്കൻ ഓവൺ ഇല്ലാതെ എങ്ങനെ അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റും നോക്കാം. ഞാനിപ്പോൾ ഈ തന്തൂരി ചിക്കൻ തയ്യാറാക്കാനും വേണ്ടിയിട്ട് 700 ഗ്രാമിൻ്റെ 2 ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ചിക്കനും ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിതിപ്പോൾ. പിന്നെ ഇതുപോലെ വരിഞ്ഞു കൊടുക്കണം, എന്നാലേ നന്നായിട്ട് മസാലയൊക്കെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ. അതുപോലെ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് പിന്നെ വീണ്ടും അതൊരു ടവൽ കൊണ്ട് വെള്ളം വീണ്ടും നന്നായിട്ട് ഒപ്പിയെടുക്കുക. എന്നിട്ട് അത് മാരിനേറ്റ് ചെയ്യാവോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഒരു മീഡിയം സൈസ് പീസാക്കാൻ വേണ്ടിയിട്ട്. വലിയ ചിക്കൻ ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയിൽ 2 മാരിനേഷൻ വരുന്നുണ്ട്. ആദ്യത്തെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, കൂടുതലാവേണ്ട, അല്പം മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പരുവത്തിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഷ്ണങ്ങളൊന്നും പാടില്ല. അതുപോലെ 2 ടേബിൾ സ്പൂൺ സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരു ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മാരിനേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ മാക്സിമം നമ്മൾ കൈകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ ചിക്കൻ്റെ ഓരോ പീസിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വരിഞ്ഞെടുത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് പുറത്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. എന്നാലേ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ചിക്കനിൽ. ഒരു 30 മിനിറ്റ് മതി, പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ മാരിനേഷനുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം, അത് റെഡിയാക്കി എടുക്കാം. ഈ ചേരുവകളൊക്കെ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലമാവ് വേണം നമുക്കിതിലേക്ക്. അത് ഇതിൽ മസ്റ്റാണ് കേട്ടോ, നിർബന്ധമായിട്ടും വേണം, എന്നാലേ തന്തൂരി ചിക്കൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം വേണം ഇതിലേക്ക്. പിന്നെ ബാക്കിയുള്ളത് നമ്മളിതെല്ലാം കൂടി അത് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചേരുവകളാണ്. ഇത് 1/2 കപ്പ് തൈരാണ്. തൈര് നമ്മൾ തന്തൂരി ചിക്കനിൽ മെയിനായിട്ടുള്ള ചേരുവയാണ്, അത് വിട്ടുപോകരുത്. തൈരിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ, നല്ല തിക്കായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, കസൂരി മേത്തി അതായത് ഉലുവയുടെ ഇല അത് 1 ടേബിൾ സ്പൂണ്, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ അത് 1 ടീസ്പൂണും, പിന്നെ അല്പം ഉപ്പും വേണം. കാശ്മീരി ചില്ലി പൗഡർ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിന് പകരം ഫുഡ് കളർ യൂസ് ചെയ്യാം, അതായത് റെഡ് ഫുഡ് കളർ യൂസ് ചെയ്യാം. സാധാരണ തന്തൂരി ചിക്കനിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ആദ്യം നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പാനിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം അത് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ജീരകവും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. വല്ലാണ്ട് ഡാർക്ക് ഒന്നും ആവേണ്ട ആവശ്യമില്ല. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കടലമാവും ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവ് നമ്മൾ നേരിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആവും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ.
ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കടലമാവിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം തണുത്ത ശേഷം മാത്രമേ നമ്മളിത് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്യാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള സ്പൈസ് പൗഡേഴ്സും തൈരും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും പാടില്ല. വെള്ളം ചേർക്കുകയാണെങ്കിൽ വല്ലാണ്ട് വെള്ളം പോലെ ആവും നമ്മളുടെ ഈ ഒരു മിക്സ്ചർ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ മാരിനേഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലല്ല, സാധാ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നമ്മൾ വീണ്ടും ഈ മാരിനേഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് വീണ്ടും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ 2 മാരിനേഷനും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തത് 30 മിനിറ്റാണ് വെച്ചത്. ഇത് നമ്മൾ 30 മിനിറ്റ് ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെക്കുക. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഗ്രിൽ ചെയ്യാനോ ആണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ 30 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെച്ചാൽ ഇത് ഐസായി പോവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെക്കുക. എന്നാലേ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കട്ടിയായിട്ട് നമ്മളുടെ ഈ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ചുള്ള ചിക്കനാണിത്. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്, മസാല പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ. ഇനി നമുക്കിതൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർത്ത് കൊടുത്താൽ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക്. ഞാനിപ്പോൾ 2 ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുള്ള സ്പേസേ ഉള്ളൂ. ഒരുപാട് ഒരുമിച്ച് നമുക്ക് ഇത് ചുട്ടെടുക്കാനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനോ പറ്റില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അകത്ത് വേവാതെ പോവും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ വലിയ പീസായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എല്ലാ വശവും ഒരേപോലെ കുക്കായി കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു വശം നന്നായിട്ട് ഗ്രില്ലായി കഴിഞ്ഞാൽ മാത്രമേ മറ്റേ വശത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാവൂ. എന്നിട്ട് പിന്നെ നമ്മൾ 2 വശവും ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എല്ലാ വശവും ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അല്പം നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു വശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ എണ്ണ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഷാലോ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ എണ്ണ ഉണ്ടാവില്ല അധികം. അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇതുപോലെ ഒരു സ്പാറ്റിൽ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. എന്നാലേ ആ തന്തൂരി ചിക്കൻ്റെ ശരിക്കുള്ള ഫ്ലേവറും ആ ഒരു ടെക്സ്ചറും കിട്ടുള്ളൂ. സാധാരണ നമ്മൾ തന്തൂരി ചിക്കൻ തയ്യാറാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണ ചേർക്കാറില്ല. പക്ഷെ നമ്മളിത് പാനിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എണ്ണ ചേർക്കാതെ വേറെ ഒരു ചാൻസും വരുന്നില്ല. അതുകൊണ്ടാണ് എണ്ണ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ എണ്ണയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ചേരുവയാണ് കടലമാവ്. കടലമാവ് ചേർത്തുകൊണ്ട് ചിക്കന് വല്ലാണ്ട് ഓയിലൊന്നും വലിച്ചെടുക്കില്ല. അതുകൊണ്ട് ആ ഓയിലി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കഴിക്കുന്ന സമയത്ത്. തന്തൂരി ചിക്കൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് തന്നെ വരും. ഒട്ടും ഓയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മളുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഓയിൽ നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ
നമുക്ക് റെഡിയായി കിട്ടും. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവണും ഗ്രില്ലൊന്നും യൂസ് ചെയ്യാതെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തന്തൂരി ചിക്കൻ പാനിൽ റെഡിയാക്കാൻ പറ്റും. അല്പം ഓയിലോ അല്ലെങ്കിൽ അല്പം ബട്ടറോ മതി. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ തന്തൂരി ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നെ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്ലോഗിൽ നിന്നാണ്. സ്വപ്ന എന്നാണ് പേര്. താങ്ക് യു സ്വപ്ന.